ഓക്കെ, ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? രണ്ട് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. പിന്നെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ള ആംഗിൾ ഉണ്ടല്ലോ രണ്ട് ഫിഗറിലെയും, ആ ആംഗിൾ എത്ര ഡിഗ്രി ആണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഫസ്റ്റത്തെ ഫിഗറിൽ അതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഇപ്പൊ ഞാൻ ഒരു പേര് കൊടുക്കുകയാണെങ്കിൽ എ ബി സി എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ എ ബി സി എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്നത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നമുക്ക് ആകെ തന്നിട്ടുള്ള ക്ലൂ. ഇത് വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഞാനിവിടെ ഒരു ഡീം കൊടുക്കുകയാണെങ്കിൽ മക്കളെ ഇത് നമുക്ക് സുഖമായി പറഞ്ഞൂടെ. കാരണം ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആകുമ്പോൾ എല്ലാ ആംഗിളും എത്ര ഡിഗ്രി ആയിരിക്കും? ആണോ, എല്ലാ ആംഗിളും എത്ര ഡിഗ്രി വെച്ചിട്ടായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ എല്ലാ ആംഗിളും എത്ര ആയിരിക്കും? 3 ആംഗിളും 60 ഡിഗ്രി. പിന്നെ ഇനി നോക്കടാ, ഇനി നമുക്ക് സുഖമായി പറഞ്ഞൂടെ. ഇപ്പൊ ഈ എ ഡി ബി സി എന്ന് പറയുന്നത് ഒരു ക്വാഡ്രിലേറ്റർ അല്ലേ? എ ഡി ബി സി എന്ന് പറയുന്നത് എ ഡി ബി സി ഈസ് എന്ത് ക്വാഡ്രിലേറ്ററിലാണ്? സൈക്ലിക് ക്വാഡ്രിലേറ്റർ അല്ലേ? ഫിഗർ തന്നെ ക്ലിയർ ആണ്. അതിന്റെ 4 വെർട്ടെക്സ് എവിടെയുണ്ട്? സർക്കിളിന്റെ മുകളിലാണ്. എ ബി സി ഡി ഈസ് എ സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആണോ? അപ്പോൾ ഇതിന് നമുക്ക് എന്താ എഴുതാൻ പറ്റും? അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെന്ററി ആണ്, അല്ലെങ്കിൽ കൂട്ടിയാൽ 180 കിട്ടും. ഇപ്പൊ ഞാനിവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആംഗിളിന് ഇപ്പൊ ഞാൻ എക്സ് എന്ന് കൊടുക്കാന്ന് വിചാരിക്കുക. അപ്പൊ ഈ എക്സും ഈ 60ഉം കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 180 കിട്ടും. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? എക്സിന്റെ കൂടെ നമ്മൾ എന്ത് കൂട്ടിക്കഴിഞ്ഞാൽ 60 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 180 കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. എക്സ് എന്ന് പറയുന്നത് അപ്പൊ ശരിക്കും എന്താണ്? ഈ 180 നിന്ന് +60 അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ -60, 120 ഡിഗ്രി ആയിരിക്കും. അപ്പൊ എക്സ് ഇപ്പൊ നമുക്ക് ആവശ്യമുള്ള ആംഗിൾ കിട്ടിക്കഴിഞ്ഞു 120 ഡിഗ്രി. അപ്പൊ ഇവിടെ എന്താണ്? 120 ഡിഗ്രി കേട്ടോ. അപ്പൊ ഇതാണ് ഫസ്റ്റത്തെ ആൻസർ. ഡൗട്ട് ഇല്ലാന്ന് കരുതുന്നു. ഇതേമാതിരി നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ക്ലൂ കിട്ടുമോ നോക്കാം. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? സെക്കൻഡ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഇൻ ദ സെക്കൻഡ് പിക്ചർ എ സ്ക്വയർ ഈസ് ഡ്രോൺ. അപ്പൊ ഈ കാണുന്നത് ഒരു സ്ക്വയർ ആണ്. ഇവിടെ ഞാൻ നടത്തമായി പേര് കൊടുക്കുന്നുണ്ട്. സ്ക്വയർ എ ബി സി ഡി. ഞാനിവിടെ ഒരു ഗീനും കൊടുത്തു വിചാരിക്കുക. ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഒന്നാമത്തെ ഫിഗറിന്റെ ആൻസർ ആണ്. ഇനി രണ്ടാമത്തെ ഫിഗറിലേക്ക് വരുന്ന ടൈമിൽ ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? എ ബി സി ഡി എന്ന് പറയുന്നത് എന്താണ്? ഈസ് എ സ്ക്വയർ ആണ്. ഇത് മാത്രം നമ്മുടെ കയ്യിലുള്ള ക്ലൂ മക്കളെ. പക്ഷെ ഇത് നമുക്കൊരു ക്വാഡ്രിലേറ്ററൽ എന്നല്ലല്ലോ ഈ വലുത്. ഇതിന് 5 സൈഡ് ആയില്ലേ? ടോട്ടൽ നോക്കുമ്പോൾ 1 2 3 4 5. അപ്പൊ നമുക്ക് ആ റിസൾട്ട് ഇവിടെ കൊടുക്കാൻ പറ്റൂല. പകരം നമുക്കൊരു ക്വാഡ്രിലേറ്ററൽ ഉണ്ടാക്കാം. മക്കളെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ ഇവിടുന്ന് ഇങ്ങനെ ഒരു ഡയഗണൽ വരച്ചു വിചാരിക്കട്ടെ. സ്ക്വയറിന് നമുക്ക് ഡയഗണൽ വരച്ചൂടെ? അല്ല, അതിൽ ഡൗട്ട് ഇല്ലല്ലോ. സ്ക്വയറിന് ഞാനൊരു ഡയഗണൽ വരച്ചു. അപ്പൊ ഈ നോക്ക്, ഇപ്പൊ ഞാൻ വരക്കുന്ന ഫിഗർ നോക്കിക്കോ. ഇതൊരു ക്വാഡ്രിലേറ്ററൽ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ. 4 സൈഡ് ഉണ്ട് ആണോ? ഈ ക്വാഡ്രിലേറ്ററിന് 4 സൈഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അപ്പൊ നമ്മൾ വരച്ചത് ഡയഗണൽ വരച്ച്. ഡ്രോ എ ഡയഗണൽ ടു ദി സ്ക്വയർ. അപ്പോ നമുക്ക് ഇപ്പൊ കിട്ടിയത് ഒരു ക്വാഡ്രിലേറ്ററലാണ്. ഇപ്പൊ നമുക്കൊരു ക്വാഡ്രിലേറ്റർ കിട്ടി. എന്താണ് ആ ക്വാഡ്രിലേറ്ററിന്റെ പേര്? ACBE. ദെൻ ACBE ഈസ് എ ക്വാഡ്രിലേറ്ററൽ ആണ്. അത് എന്ത് ക്വാഡ്രിലേറ്ററൽ ആണ്? ദെൻ സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആണ് അല്ലേ? അതിന്റെ 4 വെർട്ടെക്സും സർക്കിളിന്റെ മുകളിലല്ല. അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. ഈസ് എ സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ. ഇനി നമുക്കിതിൽ ഏതെങ്കിലും ആംഗിൾ അറിഞ്ഞാലല്ലേ നമുക്ക് ഈ ഒരു റെഡ് ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ആണോ? അപ്പോൾ നമുക്കിതിൽ ഏതെങ്കിലും ആംഗിൾ അറിയോ? ഒന്ന് നോക്കി നോക്ക്. നിങ്ങൾക്ക് അറിയും. നിങ്ങളുടെ ബേസിക് കാര്യമാണ് ഇത് അറിയണം കേട്ടോ. ഒരു സ്ക്വയർ ഉണ്ടെങ്കിൽ ഒരു സ്ക്വയറിന്റെ ഡയഗണൽ ഇവിടെ 90 ഉണ്ടാവും. ഡയഗണൽ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര ആയിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്തുണ്ടാവും? നമ്മൾ ഈ വരച്ചത് ഡയഗണൽ. അപ്പൊ ഇവിടെ എന്തുണ്ടാവും? 45 ഡിഗ്രി ഉണ്ടാവും. ക്ലിയർ ഹേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇവിടെ ഞാൻ വൈന്ന് കൊടുക്കുകയാണെങ്കിൽ ഇത് ശരിക്കും സപ്ലിമെന്ററി ആംഗിൾ അല്ലേ? സപ്ലിമെന്ററി ആംഗിൾസ് അല്ലേ? അപ്പോൾ ഇതൊന്ന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? നേരത്തെ എഴുതിയ മാതിരി തന്നെ എന്ത് എഴുതാൻ പറ്റും? വൈന്റെ കൂടെ വൈന്റെ കൂടെ എന്ത് കൂട്ടിയപ്പോ 45 കൂട്ടിയപ്പോ നമുക്ക് എന്ത് കിട്ടി? 180 കിട്ടി. ഇത് നമുക്ക് വൈ കണ്ടുപിടിച്ചൂടെ അല്ലെ? ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്? സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആവുകൊണ്ടാണ് അല്ലെ? അപ്പൊ നമുക്ക് വൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ എന്ത് വരും? 180 നിന്ന് 45 കുറച്ചാൽ മതി. അപ്പൊ നമുക്ക് എന്ത് വരും? 135 ഡിഗ്രി. ഇതായിരിക്കും കേട്ടോ. 135 ഡിഗ്രി ഇതായിരിക്കും ആൻസർ.
അടുത്തത് നമ്മുടെ 6ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്, ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്, 2 സർക്കിൾ ഉണ്ട്. ആ 2 സർക്കിൾ കൂട്ടിമുട്ടുന്നത് ഏത് പോയിന്റിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്, പി ക്യു എന്ന് പറയുന്ന പോയിന്റിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. പി ക്യു എന്ന് പറയുന്ന പോയിന്റിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് 2 സർക്കിളും കൂട്ടിമുട്ടുന്നത്. പിന്നെ ആ പോയിന്റിലൂടെ നമ്മൾ 2 സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ അത് സർക്കിളിൽ കൂട്ടിമുട്ടുന്ന പോയിന്റ്സ് ആണ് എ സിയും ബിയും ഡിയും. ഇങ്ങനത്തെ പോയിന്റ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എ സിയും ബി ഡിയും പാരലൽ അല്ല എന്ന് പറഞ്ഞിട്ട്, അതുപോലെ എന്ത് പറഞ്ഞിട്ടുണ്ട്, പാരലൽ അല്ലെങ്കിലും അവരെന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, അവര് ഈക്വൽ ലെങ്ത് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എ സി ഈക്വൽ ടു ബി ഡി ആണെന്ന് തന്നിട്ടുണ്ട്. എ സി ഈക്വൽ ടു ബി ഡി ആണെന്ന് തന്നിട്ടുണ്ട്. എ സി എന്തല്ല, നോട്ട് പാരലൽ ആണ് അല്ലെ. പാരലലും നല്ല ബി ഡിക്ക്. എ സി പാരലൽ ടു ഏതാണ്, ബി ഡി ആണ് കേട്ടോ. എ സി ഈക്വൽ ടു ബി ഡി ആണ്. അതുപോലെ എന്തല്ല, പാരലൽ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 2 കണ്ടീഷനും കൂടെ തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്, എന്ത് പ്രൂവ് ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത്, എ പി സി ഡി എന്ന് പറയുന്ന ഈ വലിയ ക്വാഡ്രിലാറ്ററൽ ഉണ്ടല്ലോ, ഇത് സൈക്ലിക് ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ടു പ്രൂവ് എ ബി സി ഡി ഈസ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലെ. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഇതെങ്ങനെ പ്രൂവ് ചെയ്യുക? അപ്പൊ അതിന് നമ്മൾ ബേസിക് ആയിട്ട് ചെയ്യാൻ പോകുന്ന ഐഡിയ കേട്ടോ. നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ആദ്യം നമ്മൾ എന്ത് ചെയ്യും, എ ബി സി ഡി ഒരു ഐസോസിലസ് ട്രപ്പീസിയം ആണെന്നാണ് പ്രൂവ് ചെയ്യും. ആണോ, അതാണ് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മുന്നേ ഒരു ചോദ്യം ചെയ്തിട്ടുണ്ട്, ഐസോസിലസ് ട്രപ്പീസിയം എന്ന് പറയുന്നത് സൈക്ലിക് ആണെന്ന്. അത് വെച്ച് പറയാം. അല്ലെങ്കിൽ നമ്മൾ പിന്നീട്, അതാണ് നമ്മൾ ബേസിക് ആയിട്ട് ചെയ്യാൻ പോകുന്ന കാര്യം. നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം അത് മനസ്സിൽ വെച്ചോ, എ ബി സി ഡി ഒരു ഐസോസിലസ് ട്രപ്പീസിയം ആണെന്ന് പ്രൂവ് ചെയ്യും. അപ്പൊ അതെങ്ങനെ പ്രൂവ് ചെയ്യുന്നുള്ളത് നോക്കിയോ. അപ്പൊ മനസ്സിൽ വേണം നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് എ ബി സി ഡി എന്ന് പറയുന്നത് ഈസ് ഐസോസിലസ് ട്രപ്പീസിയം ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഐസോസിലസ് ട്രപ്പീസിയം ആണെങ്കിൽ അത് സൈക്ലിക് ആണെന്ന് പറയാം. അപ്പൊ ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി. ഇങ്ങനെയാണ് നമ്മളിത് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇപ്പൊ നമുക്ക് പ്രത്യേകിച്ച് നമുക്കൊരു ആംഗിൾ ഒന്നും തന്നിട്ടില്ല. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോ ഇവിടെ അതിന് മുന്നേ ആദ്യം ഒരു കാര്യം ചെയ്യട്ടെ. ഞാൻ ഈ പി ക്യൂനെ ഒന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. പി ക്യൂനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ കിട്ടിയില്ലേ അല്ലെ. ഈ വലിയ ട്രയാങ്കിളില് വലിയ സർക്കിളിൽ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഉണ്ട്. എ ബി പി ക്യൂ എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. അതുപോലെ കുഞ്ഞു സർക്കിളിലും ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഉണ്ട്, പി ക്യൂ സി ഡി എന്ന് പറയുന്നത്. അതൊന്നും എഴുതുന്നുണ്ട്. അപ്പോ quadrilaterals ABPQ and PQCD are എന്താണ്, സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. ഇനി നമ്മൾ ഓരോ ആംഗിള്, ഇപ്പൊ ഈ ആംഗിൾ ബി ഞാനൊരു എക്സ് ആണെന്ന് അസ്യൂം ചെയ്യാണ്. നമുക്ക് എന്തുവാണെങ്കിൽ വിചാരിക്കാലോ. ഇത് എക്സ് ആണെങ്കിൽ ഈ ഒരു ക്വാഡ്രിലാറ്ററൽ സൈക്ലിക് ആവുന്നത് കൊണ്ട് ഇവിടെ എന്ത് വരും, 180 മൈനസ് എക്സ് വരും അല്ലെ. രണ്ടും കൂടി കൂട്ടി കഴിഞ്ഞാൽ 180. അതിന്റെ അർത്ഥത്തിൽ ഇവിടെ 180 മൈനസ് എക്സ്. അതുപോലെ ഇപ്പൊ ഇവിടെ ഒരു വൈ ആണെങ്കിൽ ഇവിടെ എന്ത് വരും, 180 മൈനസ് വൈ വരും. ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് കരുതുന്നു. പിന്നെ അങ്ങനെയാണെങ്കിൽ ഇതിവിടെ നമുക്ക് ലീനിയർ പെയർ വെച്ചിട്ട് ബാക്കി ആംഗിൾ എന്ത് വരും, ഇവിടെ വൈ ആണ്. ബാക്കി ലീനിയർ പെയർ എന്നുള്ള പ്രോപ്പർട്ടി വെച്ചിട്ട് ഇവിടെ 180 മൈനസ് വൈ വരും. ഇവിടെ 180 മൈനസ് എക്സ് ഉണ്ട്. അപ്പൊ ഇവിടെ ബാക്കി എന്ത് വരും, എക്സ് വരും. ഇനി നോക്ക്, ഈ പി ക്യു സി ഡി എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലേ. അപ്പൊ ഇവിടെ എക്സ് ഉണ്ടെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് എന്തുണ്ടാവും, 180 മൈനസ് എക്സ് ഉണ്ടാവും. ഇവിടെ 180 മൈനസ് വൈ ഉണ്ടെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് എന്തുണ്ടാവും, 180 മൈനസ് വൈ അല്ലെങ്കിൽ വൈ ഉണ്ടാവും. ഇതുവരെ ഓക്കെ ആണെന്ന് കരുതുന്നു. ഇനി മക്കളെ, നമുക്ക് ഇത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് പറയാൻ, സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് പറയാൻ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞത്, ഐസോസിലസ് ട്രപ്പീസിയം ആണെന്ന് കാണിക്കും. അപ്പോൾ ഒരു ഐസോസിലസ് ട്രപ്പീസിയം ആണെങ്കിൽ അതിന് ചില പ്രോപ്പർട്ടീസ് ഉണ്ടായിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഐസോസിലസ് ട്രപ്പീസിയം ആണെങ്കിൽ 2 സൈഡ് പാരലൽ ആയിരിക്കും. ഇവിടെ 2 സൈഡ് പാരലൽ ആയിരിക്കും. ഇനി നോൺ പാരലൽ സൈഡ്സ് അല്ലെ, നോൺ പാരലൽ സൈഡ്സ് എന്ന് പറയുന്നത് എന്തുമായിരിക്കും, ഈക്വലും ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പോൾ ഈ കണ്ടീഷൻ ഇവിടെ ഏതൊക്കെ ഇപ്പൊ കിട്ടി നമുക്ക് അല്ലെ, 2 ഈക്വൽ സൈഡ് കിട്ടിക്കഴിഞ്ഞു. ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്, എ സിയും ബി ഡിയും ഈക്വൽ ആണെന്ന് പറഞ്ഞു. ആണോ? അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ നമുക്ക് 2 സൈഡ് കിട്ടിയിട്ടുണ്ട്. ഇത് 2 ഈക്വൽ ആണ്. ഇനി നമുക്ക് എന്ത് പറഞ്ഞാൽ മതി, എ ബിയും സി ഡിയും പാരലൽ ആണെന്ന് കാണിച്ചാൽ പോരെ. അപ്പൊ ഇനി നമ്മൾ എന്ത് കാണിക്കും, നമ്മൾ ക്ലെയിം ചെയ്യാണ് എന്ത്, എ ബി പാരലൽ ടു സി ഡി. എ ബി പാരലൽ ടു സി ഡി എപ്പോഴാണ് നമ്മൾ 2 ലൈന് പാരലൽ ആണെന്ന് പറയാ, നോക്കട്ടോ. ഈ 2 ലൈന് പാരലൽ ആണെന്ന് പറയണമെങ്കിൽ അത് ഏതൊരു ലൈൻ എടുത്തു കഴിഞ്ഞാലും, ഇപ്പൊ നമ്മളൊരു ഹൊറിസോണ്ടൽ ലൈൻ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാലും ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണോ, ഇതിപ്പോ ഒരു
35 ആണെങ്കിൽ ഈ ഒരു ആംഗിളും എത്ര തന്നെ ആയിരിക്കണം? 35 അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ രണ്ട് ലൈന് പാരലൽ ആണെന്ന് പറയുക. അപ്പോൾ ആ ഒരു ഐഡിയ ആണ് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. ഇവിടെ എ ബി എന്ന് പറയുന്ന ലൈന് എത്ര ഉണ്ടാക്കുന്നുണ്ട്? X ഉണ്ടാക്കുന്നുണ്ട്. ഇനി ഈ X തന്നെയാണോ ഇപ്പുറത്ത് നോക്കിയാൽ പോരെ? ഞാൻ വെറുതെ ഇതിനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കുന്നുണ്ട് മക്കളെ. ഇവിടെ നോക്ക്. അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ എന്ത് വരും? ഇതും എക്സ് അല്ലേ വരിക. കാരണം ഇവിടെ നമുക്ക് ലീനിയർ പെയർ കൊടുത്തൂടെ? കാരണം ഇവിടെ 180 - x ഉണ്ട്. അപ്പൊ ബാക്കി ഇവിടെ എന്ത് വരും? എക്സ് എന്ന് വരും. ഇതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? എ ബി പാരലൽ ടു. അപ്പൊ നമ്മുടെ ക്ലെയിം ശരിയാണ്. എ ബി പാരലൽ ടു സി ഡി ആണ്. പിന്നെ നമുക്ക് തന്നിട്ടുണ്ട് എന്ത്? എ സി ഈക്വൽ ടു ബി ഡി എന്ന് തന്നിട്ടുണ്ട്. ഈ രണ്ട് കണ്ടീഷനും വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? എ ബി സി ഡി ഈസ് ഐസോസ്ലസ് ട്രപ്പീസിയം. ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഐസോസ്ലസ് ട്രപ്പീസിയം ആയതുകൊണ്ട് അത് സൈക്ലിക് ആണെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഓക്കെ, ഇല്ലെങ്കിൽ ഞാൻ ഇതൊന്നുകൂടി പ്രൂവ് ചെയ്ത് കാണിച്ചു തരാം. വേണമെങ്കിൽ ഇവിടെ തന്നെ വെച്ച് അവസാനിപ്പിക്കാം കേട്ടോ. അല്ലെങ്കിൽ മക്കളെ ഇവിടെ നോക്കി നോക്കും. ഈ ഒരു കാര്യം മനസ്സിലുണ്ടായിരിക്കാം നമുക്ക്. ഇവിടെ തന്നെ പറയാം. ഐസോസ്ലസ് ട്രപ്പീസിയത്തിന് ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ. ഇവിടെ ഈ ഒരു ആംഗിൾ എത്രയാണോ ആ ഒരു ആംഗിൾ എത്രയാണോ ഇത് എക്സ് ആണെങ്കിൽ ഇവിടെയും ഈ രണ്ട് ആംഗിളും സെയിം ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതും എക്സ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു പ്രോപ്പർട്ടി നമുക്ക് ഇവിടെ കൊടുത്തു നോക്കാം. അത് എവിടെയാണ്? പാരലൽ സൈഡ്സിന്റെ രണ്ട് എൻഡില് അല്ലെ. ശ്രദ്ധിക്കണേ, നമ്മുടെ ഈ ചിത്രം ഇങ്ങനെ തല തിരിഞ്ഞിട്ടാ വരിക. അപ്പൊ നമ്മൾ ഏതൊക്കെ രണ്ട് ആംഗിളാ ഇവിടെ നോക്കേണ്ടി വരിക? ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. കാരണം നമ്മുടെ ചിത്രം തിരിഞ്ഞിട്ടാ വരിക. നമ്മുടെ പാരലൽ സൈഡ് ഇതും അല്ലേ. അപ്പൊ പാരലൽ സൈഡ്സിന്റെ അല്ലെ ആ രണ്ട് ആംഗിളാണ് വരിക. പാരലൽ സൈഡ്സിന്റെ രണ്ട് എൻഡിലുള്ള ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പൊ എന്ത് പറയാം നമുക്കതിന്? എക്സ് ഈക്വൽ ടു 180 - y എന്ന് പറഞ്ഞൂടെ? ആണോ? അതായത് ആ രണ്ട് ആംഗിൾ ഈക്വൽ ആവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് എന്തിനോട് ഈക്വൽ ആവണം? 180 - y. ഇനി ഈ -y ഞാൻ ഇപ്പുറത്തോട്ട് കൊടുക്കുന്ന എന്താവും? എക്സ് പ്ലസ് വൈ ആവും. അപ്പുറത്ത് എന്തുണ്ടാവും? 180. അപ്പൊ നോക്ക്, നമുക്കൊരു കണ്ടീഷൻ കിട്ടി. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 180. ഒന്ന് നോക്കടാ, നമ്മുടെ വലിയ ക്വാഡ്രിലാറ്ററലിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് അല്ലേ എക്സും വൈയും കൂട്ടിക്കഴിഞ്ഞാൽ 150 കിട്ടും. അതിന്റെ അർത്ഥം എന്താണ്? എക്സ് ആൻഡ് വൈ ആർ സപ്ലിമെന്ററി അല്ലെ. രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? സപ്ലിമെന്ററി ആംഗിൾസ് ആണ്. അതായത് സിയും ബിയും അല്ലെ, ആംഗിൾ ബിയും ആംഗിൾ സിയും സപ്ലിമെന്ററി ആണ്. ആംഗിൾ ബി ആൻഡ് ആംഗിൾ സി ആർ സപ്ലിമെന്ററി. ഇങ്ങനെ പറഞ്ഞൂടെ? സപ്ലിമെന്ററി. ഇതിന്റെ അർത്ഥം എന്താണ്? ഇംപ്ലൈസ്. ഇതെന്താണ് ഇംപ്ലൈ ചെയ്യുന്നത്? എ ബി സി ഡി എന്ന് പറയുന്നത് എന്താണ്? ഈസ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. ഇങ്ങനെയും പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്നുമില്ലെങ്കിൽ ഐസോസ്ലസ് ട്രപ്പീസിയം ആണെന്ന് പറഞ്ഞിട്ട് നേരെ അവസാനിപ്പിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയിട്ട് എക്സ് പ്ലസ് വൈ ചെയ്ത് കഴിഞ്ഞാൽ 180 ആണ് കിട്ടുക. അതിന്റെ അർത്ഥം ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് എക്സും വൈയും എന്ന് പറയുന്നത് വലിയ ക്വാഡ്രിലാറ്ററലിന്റെ. ദെർഫോർ എ ബി സി ഡി എന്ന് പറയുന്നത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇനി ഇത് മനസ്സിലായി കഴിഞ്ഞാൽ ഇത്ര തന്നെ ഇല്ല ഇത് കഴിഞ്ഞിട്ടുള്ളത്. വലിയൊരു ഫിഗർ ആണെങ്കിലും അത് നമുക്ക് പെട്ടെന്ന് ചെയ്യാം. ഇതിന്റെ ഐസോസ്ലസ് ട്രപ്പീസിയം ആണെന്നൊന്നും കാണിക്കേണ്ട കാര്യമില്ല. ഇവിടെയും നമ്മളോട് കാണിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? അപ്പൊ നോക്ക്, ഈ ഒരു ഫിഗറിൽ നമ്മൾ കാണിക്കേണ്ടത് ഈ ഏറ്റവും വലിയ ക്വാഡ്രിലാറ്ററൽ ഉണ്ടല്ലോ എ ബി സി ഡി. ഈ എ ബി സി ഡി എന്ന് പറയുന്നത് ഐസോസ്ലസ് ആണെന്ന് കാണിക്കേണ്ടത്. ഇവിടെ ഒന്നും ചെയ്യാനില്ല, ശ്രദ്ധിച്ചു കേട്ടോ. നമ്മൾ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഇവിടെ ഒരു പണിയില്ല. നമ്മൾ നേരത്തെ മാതിരി തന്നെ ഇവിടെ ജോയിൻ ചെയ്യാം. ഫിഗറിന്റെ വലുപ്പം കണ്ടിട്ടൊന്നും ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ഇത് ചെയ്തു വരുമ്പോൾ വളരെ സിമ്പിൾ ആണ്. ഇവിടെ നോക്കിക്കോ. അപ്പൊ നമുക്ക് 3 എന്ത് കിട്ടി? 3 ഏതൊക്കെ? 3 സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ കിട്ടി. ഏതൊക്കെയായിരുന്നു? എ ബി പി ക്യു, ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. അതുപോലെ പി ക്യു ആർ എസ് അല്ലെ, പി ക്യു ആർ എസ് അതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. അതുപോലെ ഏതുണ്ടാവും? ആർ എസ് സി ഡി. ഈ 3 എന്താണ്? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം അത്. ബാക്കി നമുക്ക് സിമ്പിൾ ആണ്. കേട്ടോ. ഇത് എക്സ് ആണെങ്കിൽ ഇവിടെ എന്തുണ്ടാവും? ഇവിടെ 180 - x ഉണ്ടാവും. നമ്മൾ ഈ ആംഗിൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് പോവുക. ഇവിടെ y ആണെങ്കിൽ ഇവിടെ എന്തുണ്ടാവും? 180 - y ഉണ്ടാവും. ഡൗട്ടില്ലല്ലോ. ഇനി ഇവിടെ y ആവുന്നതുകൊണ്ട് ഇവിടെ അപ്പുറത്ത് എന്തുണ്ടാവും? ഇത് ലീനിയർ പെയർ 180 - y ഉണ്ടാവും. ഇവിടെ 180 - y ആവുമ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് എന്തുണ്ടാവും? y ഉണ്ടാവും. സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ പ്രോപ്പർട്ടി. ഇവിടെ എന്തുണ്ടാവും? എക്സ് ഉണ്ടാവും. ഇവിടെ എന്തുണ്ടാവും? എക്സിന്റെ ഓപ്പോസിറ്റ് 180 - x ഉണ്ടാവും. വീണ്ടും ഇതേ പ്രോപ്പർട്ടി തന്നെ. ഇവിടെ ലീനിയർ പെയർ എക്സ് ഓപ്പോസിറ്റ് 180 - x. ഇവിടെ എന്തുണ്ടാവും? ഇവിടെ 180 - y ഉണ്ടാവും. ഇവിടെ എന്തുണ്ടാവും? എക്സ്. നമുക്ക് എല്ലാ ആംഗിളും ഇങ്ങനെ മാർക്ക് ചെയ്യാൻ പറ്റും. 2 പ്രോപ്പർട്ടിയാണ് നമ്മൾ ഉപയോഗിച്ചുള്ളൂ. ഒന്ന്
സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്നുള്ളത് കൊണ്ട് ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെന്ററി എന്ന് പറയുന്ന പ്രോപ്പർട്ടി, രണ്ട് ലീനിയർ പെയറിന്റെ പ്രോപ്പർട്ടി, ഈ രണ്ട് പ്രോപ്പർട്ടി അറിയാമെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം സിമ്പിൾ ആയിട്ട് അറിയാം. അങ്ങനെയാണെങ്കിൽ നോക്കടാ, ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താ? വലിയ ട്രയാങ്കിൾ ആണ് നമുക്ക് കാണിക്കേണ്ടത് എന്ത്? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന്. അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെന്ററി അല്ലേ? അല്ലെ? ആംഗിൾ ബി ആൻഡ് ആംഗിൾ സി ആർ സപ്ലിമെന്ററി അല്ലെ? ഇനി വേണമെങ്കിൽ മറ്റേത് ആംഗിൾ എയും ആംഗിൾ ഡിയും നോക്കിയാലും മതി, ഓപ്പോസിറ്റ് ആംഗിൾസ്, അതും സപ്ലിമെന്ററിയാ. എന്താ കിടക്കുന്നത് ഇവിടെ? ഇവിടെ എഴുതിയത് തെറ്റിണ്ട്. ഇത് വൈ ആണ് കേട്ടോ, സോറി, ഇത് വൈ അല്ലേ? 180 മൈനസ് വൈന്റെ ഓപ്പോസിറ്റ് ഇവിടെ എന്ത് വരും? വൈ വരും. അപ്പോൾ അതും സപ്ലിമെന്ററി ആണല്ലേ? എക്സും 180 മൈനസ് എക്സും സപ്ലിമെന്ററി അല്ലേ? ഇവിടെ വൈയും 180 മൈനസ് വൈയും. അപ്പോൾ ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. therefore എന്ത് പറയാൻ നമുക്ക്? ABCD ഈസ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, അങ്ങനെ പറഞ്ഞ അവസാനിപ്പിക്കാം. ക്ലിയർ ആണോ? അപ്പോൾ നല്ലൊരു ക്വസ്റ്റ്യൻ കേട്ടോ. ഇത് ക്ലിയർ ആണെന്ന് കരുതുന്നു. ദെൻ മൂവിങ് ഇൻ ടു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദിസ് സെക്ഷൻ. ആൻഡ് ഞാൻ ഈ ഫിഗർ ഒന്നും കൂടി വലുതാക്കി കാണിക്കുന്നുണ്ട്. ഫിഗർ വെച്ചിട്ടുള്ള പരിപാടിയാണ്. ഫിഗർ വലുതാക്കിക്കാൻ അത്രയും എളുപ്പത്തിൽ നമുക്ക് വരച്ച് കാണിക്കാം. ഇവിടെ എന്ത് വന്നിട്ടുണ്ട്? ഇൻ ദ പിക്ചർ, ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അവിടെ നിന്ന് വന്നിട്ടുണ്ട് ദ ബൈസെക്ടേഴ്സ് ഓഫ് ദി ആംഗിൾ ഓഫ് ദി ക്വാഡ്രിലാറ്ററൽ ABCD. ABCD എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററലിന്റെ ആംഗിൾ ബൈസെക്ടേഴ്സ് അല്ലെ? ഒരു ആംഗിളിന്റെ ബൈസെക്ടർ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയോ? അത് ആദ്യം മനസ്സിലാക്കട്ടോ. ബൈസെക്ടേഴ്സ് ഓഫ് ദി ആംഗിൾ അല്ലെങ്കിൽ ആംഗിൾ ബൈസെക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ നമ്മള് ഈ ഒരു റെഡ് ലൈനിനെ ഇതിന്റെ ആംഗിൾ ബൈസെക്ടർ എന്ന് പറയണമെങ്കിൽ എന്താണെന്നറിയോ അർത്ഥം? ഇത് ടോട്ടൽ 60 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ 30 ഡിഗ്രി ആയിട്ടും ഇത് 30 ഡിഗ്രി ആയിട്ടും കട്ട് ചെയ്യും. അതായത് ആംഗിളിനെ ഈക്വലായി കട്ട് ചെയ്യുന്ന ലൈനിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ആംഗിൾ ബൈസെക്ടർ. ബൈസെക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ തുല്യമായി കട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ആംഗിളിനെ ബൈസെക്ട് ചെയ്യുമ്പോൾ ആംഗിൾ ബൈസെക്ടർ. മനസ്സിലായോ? ഇത് ടോട്ടൽ 60 ആണെങ്കിൽ 30 30. ഇനി ടോട്ടൽ ഒരു 40 ആണെങ്കിൽ 20 20. ഐഡിയ കിട്ടിയോ? അപ്പോൾ അതാണ് ആംഗിൾ ബൈസെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഈ ഗ്രീൻ ലൈനൊക്കെ എന്താണ്? ആംഗിൾസിന്റെ ബൈസെക്ടർ ആണ്. ക്ലിയർ? ABCD ഇന്റർസെക്ട് അറ്റ് PQRS. ഇനി ആ ആംഗിൾ ബൈസെക്ടേഴ്സ് ഇന്റർസെക്ട് ചെയ്തുണ്ടാവുന്ന ഉള്ളിലെ ക്വാഡ്രിലാറ്ററലാണ് ഏത്? PQRS എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലാറ്ററലാണ്. ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് PQRS എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററൽ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി ഒരു ഹിന്റ് തന്നിട്ടുണ്ട്. എന്ത് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്? ട്രയാങ്കിൾ PCD. PCD എന്ന് പറയുന്ന ട്രയാങ്കിൾ കാണുന്നുണ്ടോ? PCD അല്ലെ? ഈ ഒരു ട്രയാങ്കിളിന്റെയും അതുപോലെ രണ്ടാമത്തെ ട്രയാങ്കിൾ ഏതാ? RABയുടെയും സം ഓഫ് ആംഗിൾസ് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. RAB, ഈ ഒരു വലിയ ട്രയാങ്കിൾ, ഈ രണ്ട് ട്രയാങ്കിളും കൂടി നോക്കിക്കഴിഞ്ഞാൽ അത് കിട്ടുന്ന പറയുന്നത്. അപ്പൊ നമുക്ക് ശ്രമിച്ചു നോക്കാം. ഇവിടെയും നമുക്ക് ആംഗിളും തന്നിട്ടില്ല, പകരം എന്ത് പറഞ്ഞിട്ടുണ്ട്? ആ ഗ്രീൻ ലൈൻസ് ഒക്കെ ആംഗിൾ ബൈസെക്ടേഴ്സ് ആണ്. അപ്പൊ ഞാനിപ്പോ ആംഗിൾ ഇങ്ങനെ എടുക്കുകയാണ്. ഞാനിപ്പോ ഇത് P ആണെങ്കിൽ ഇവിടെയും എന്തുണ്ടാവും? P അല്ലേ? നമ്മൾ 30 30 കട്ട് ചെയ്ത് ഓർമ്മല്ലേ? അപ്പൊ Pയും P ആയിട്ടാവും കട്ട് ചെയ്തിട്ടുണ്ടാവുക. ടോട്ടലി 2P ആവും അപ്പൊ ആംഗിൾ അല്ലെ? ഞാൻ ഈ ക്വാഡ്രിലാറ്ററൽ ഒന്ന് സൈഡിൽ വരക്കുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെയാണ് ഈ ക്വാഡ്രിലാറ്ററൽ എങ്കിൽ വെറുതെ ടറപ്പായിട്ട് വരക്കാണ്. അപ്പൊ ഇവിടെ എന്തുണ്ടാവും? 2P ആണ്. അതുപോലെ ഇവിടെ ഇപ്പൊ ഇവിടെ ഞാൻ QQ എന്ന് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആംഗിൾ എന്തുണ്ടാവും? 2Q ഉണ്ടാവും. ഇവിടെ എന്തുണ്ടാവും? R എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 2R എന്നുണ്ടാവും. ഇവിടെ എന്തുണ്ടാവും? SS എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും? 2S. 2R 2S. ഇങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ ക്വാഡ്രിലാറ്ററൽ കിടക്കുന്നത്. ഇതുവരെ ഓക്കെ ആണെന്ന് കരുതുന്നു. ഇനി ഫസ്റ്റ് നമുക്ക് ഇതൊന്ന് എഴുതാൻ പറ്റിയ കാര്യം, ഒരു ക്വാഡ്രിലാറ്ററലിന്റെ 4 ആംഗിളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? ആദ്യം നിങ്ങൾ അതറിയണം കേട്ടോ. സം ഓഫ് ആംഗിൾ ഇൻ എ ക്വാഡ്രിലാറ്ററൽ. സം ഓഫ് 4 ആംഗിളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? ഇൻ എ ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 360 ആണ് കേട്ടോ. 360 ഡിഗ്രിയാണ്. അപ്പൊ നമുക്ക് ഇന്ന് എന്ത് എഴുതാൻ പറ്റും? നമ്മുടെ 4 ആംഗിൾ ഏതൊക്കെയാണ്? 2P പ്ലസ് അല്ലെ? ഓരോ ആംഗിൾ എത്രയാണ്? 2P പ്ലസ് 2Q പ്ലസ് 2R പ്ലസ് 2S അല്ലെ? 2P പ്ലസ് 2Q പ്ലസ് 2R പ്ലസ് 2S ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 360 കിട്ടും. ഇത് നമുക്ക് 2നെ കോമൺ ആയി എടുക്കാം. എല്ലാത്തിനും 2 ഉണ്ടല്ലോ. 2നെ കോമൺ ആയി എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാവും P പ്ലസ് Q പ്ലസ് R പ്ലസ് S ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 360. ഈ ഇൻറ്റു 2നെ നമുക്ക് അപ്പുറത്ത് കൊണ്ടുപോയിക്കൂടാ. അപ്പൊ എന്തുണ്ടാവും? P പ്ലസ് Q പ്ലസ് R പ്ലസ് S എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? 360/2 180 ഡിഗ്രി. ക്ലിയർ ആണോ? അപ്പൊ Pയും Qവും Rഉം Sഉം കൂടിയും കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? 180 ഡിഗ്രി കിട്ടും. അപ്പോൾ അതൊന്നും ഇവിടെ ഞാൻ ബോക്സിൽ എഴുതിയിരുന്നുണ്ട്. P പ്ലസ് Q പ്ലസ് R പ്ലസ് S ഈക്വൽ ടു 180 ഡിഗ്രി. ഇത് നമുക്ക് ആവശ്യം വരും. ഇതാദ്യം മനസ്സിലാക്കുക. P പ്ലസ് Q പ്ലസ് R പ്ലസ് S എത്രയാണ്? 180 ഡിഗ്രിയാണ്.
ഇനി ഇനി നമുക്ക് ഈ ഹിന്റ് ഉപയോഗിക്കാം. എന്ത് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്? സം ഓഫ് ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ പി സി ഡി. അപ്പോൾ പി സി ഡിയുടെ ആംഗിൾസ് നമുക്ക് കിട്ടുമോ നോക്കാം. അത് നമുക്ക് സുഖമായി കിട്ടൂലേ. പി സി ഡിയിൽ രണ്ട് ആംഗിൾ ഓൾറെഡി ആയി കഴിഞ്ഞു. ഇവിടെ ഉണ്ട്, ഇവിടെ എസ് ഉണ്ട്. അപ്പൊ ബാക്കി എന്ത് വരും? അല്ലെ, ഈ പി സി ഡി എന്ന് പറയുന്ന ട്രയാങ്കിൾ കാണുന്നുണ്ട് നിങ്ങൾ. ഈ ഒരു ട്രയാങ്കിൾ ഞാൻ ഇവിടെ സൈഡിൽ വരച്ചു കാണിച്ചു തരാം. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ടാവും ഇവിടെ. ഇതാ ഇവിടെ പി സി ഡി. ഇവിടെ നമുക്ക് ഇവിടെ ഉണ്ട്, ഇവിടെ എസ് ഉണ്ട്. അപ്പൊ ഇവിടെ ബാക്കി ഈ ഒരു ആംഗിൾ എന്ത് വരും? 180 മൈനസ് ആർ പ്ലസ് എസ് എന്ന് എഴുതി കൂടെ. 180 മൈനസ് ആർ പ്ലസ് എസ്. അപ്പോ ആ ഒരു ആംഗിൾ, ഈ ഒരു ആംഗിൾ ഇതെന്ത് വരും? 180 മൈനസ് ആർ പ്ലസ് എസ് എന്ന് എഴുതാം. അതുപോലെ ഇനി മറ്റൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഏതാണ്? എ ആർ ബി അല്ലെ, അല്ലെങ്കിൽ ആർ എ ബി എന്ന് പറയുന്ന ട്രയാങ്കിൾ. ഇതിൽ നമുക്ക് ഏതൊക്കെ രണ്ട് ആംഗിൾ അറിയാം അല്ലെ? ആർ എ ബി എന്ന് പറയുന്ന ട്രയാങ്കിൾ കാണുന്നുണ്ടോ? ഇവിടെ പി ഉണ്ട്, ഇവിടെ ക്യൂ ഉണ്ട്. അപ്പൊ ഇവിടെ എന്ത് വരും? 180 മൈനസ് പി പ്ലസ് ക്യൂ എന്ന് എഴുതാൻ പറ്റും. ക്ലിയർ ആണോ? ഇനി നമുക്ക് ഈ ഒരു ക്വാഡ്രിലേറ്ററിൽ നമുക്ക് കാണിക്കേണ്ടത് പി ക്യു ആർ എസ് സൈക്ലിക് ആണെന്ന് കാണിക്കേണ്ടത് അല്ലെ. പി ക്യു ആർ എസ് സൈക്ലിക് ആണെന്ന് കാണിക്കാൻ വേണ്ടി ഇപ്പൊ നമുക്ക് അതിന് രണ്ട് ഓപ്പോസിറ്റ് ആംഗിൾസ് കിട്ടിക്കഴിഞ്ഞു ആണോ? ഇവിടെ നമുക്ക് രണ്ട് ഓപ്പോസിറ്റ് ആംഗിൾസ്, ആ ഒരു കുഞ്ഞു ക്വാഡ്രിലേറ്ററിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് കിട്ടിക്കഴിഞ്ഞു. അത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് 180 ആണെന്ന് കാണിച്ചാൽ പോരെ. അപ്പൊ നമുക്ക് എന്ത് കാണിക്കാം? സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് ക്വാഡ്രിലേറ്ററൽ ഏതാണ് ആ ക്വാഡ്രിലേറ്ററിന്റെ പേര്? പി ക്യു ആർ എസ് ഈക്വൽ ടു അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ്. ഒരാംഗിൾ എത്രയാണ്? 180 മൈനസ് ആർ പ്ലസ് എസും മറ്റൊരു ആംഗിൾ എത്രയാണ്? ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുന്ന കാണിക്കേണ്ടത്? 180 മൈനസ് പി പ്ലസ് ക്യൂ. ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 180 ആണെന്ന് കാണിച്ചാൽ മതി. അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോ ഇതെന്ത് വരും? 180 ഉണ്ട്, ആദ്യം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 180 മൈനസ് ആറ് മൈനസ് എസ് ആവും. അത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ പ്ലസ് 180 മൈനസ് പി മൈനസ് ക്യൂ എന്നാവും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ എന്തുണ്ടാവും? 180 പ്ലസ് 180 എന്തുണ്ടാവും? 360 എന്നുണ്ടാവും. പിന്നെ ആരുണ്ടാവും? ഒരു മൈനസ് ഞാൻ കോമൺ ആയി എടുത്തതിന് നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? പി പ്ലസ് ക്യൂ പ്ലസ് ആർ പ്ലസ് എസ് എന്ന് എഴുതിക്കൂടെ? ഇതെന്ന് നമുക്ക് പി പ്ലസ് ക്യൂ പ്ലസ് ആർ പ്ലസ് എസ് നമുക്ക് എത്രയാണെന്ന് അറിയാം? 180 ആണെന്ന് അറിയാം. അപ്പൊ 360 മൈനസ് 180 എന്ന് വരും. അത് എത്ര തന്നെയാണ്? 180 ഡിഗ്രി തന്നെയാണ്. ക്ലിയർ ആണോ? സം ഓഫ് ആംഗിൾ ഇപ്പൊ നമ്മൾ എഴുതി കൊണ്ടുവന്നത് എന്തായിരുന്നു? സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് പി ക്യു ആർ എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 180 ഡിഗ്രി ആണ്. അപ്പൊ therefore ഇതിന് നമുക്ക് എന്ത് പറയാം? ഓപ്പോസിറ്റ് ആംഗിൾസ്, ഈ രണ്ട് ആംഗിളും കൂട്ടിയാണ് ഇപ്പൊ നമ്മൾ ചെയ്തത്. അത് കൂട്ടിയപ്പോൾ നമുക്ക് 180 കിട്ടി. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? പി ക്യു ആർ എസ് ഈസ് എന്താണ്? സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആണ്. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ അല്ലേ?